ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാപ്റ്ററൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഈ ഒരു LMAയുടെ സിലബസ് അനുസരിച്ചിട്ട് അത്യാവശ്യം പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വാരി വലിച്ചെടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരു LMI എക്സാമിൻ്റെ സിലബസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു ഡിഗ്രി ലെവലിൽ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വാരി വലിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഫിസിക്സുകാർ, കെമിസ്ട്രിക്കാർ, ബിടെക്കാരെല്ലാം ഉണ്ട്. അപ്പം എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയതായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഹയർ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിക്കുന്ന അത്രയൊരു കട്ടിയിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും സ്വന്തമായിട്ടൊന്ന് ആദ്യം ചോദ്യം കാണുന്ന ഉടനെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എക്സ്പ്ലനേഷൻ കണ്ടുപോവുക കേട്ടോ. അപ്പം ചാപ്റ്റർ പഠിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ MCQ ഡിസ്കഷൻ കാണാൻ വരുന്നത്. അപ്പം എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, എത്രത്തോളം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോ ചോദ്യം കേൾക്കുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിച്ച് ഒരു ആൻസർ നിങ്ങളൊന്ന് കണ്ടെത്തി വെക്കുക. അതിനുശേഷം എക്സ്പ്ലനേഷൻ കണ്ടിട്ട് അത് ശരിയാണോ അല്ല നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് എക്സ്പ്ലനേഷൻ കേട്ട് എന്താണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്ത് പോകാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം തുടങ്ങാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ എ ഗാൽവനിക് സെൽ? അപ്പോൾ ഒരു ഗാൽവനിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓക്കെ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഓക്സിഡേഷൻ ഒക്വേഴ്സ് അറ്റ് കാത്തോഡ്. ഓക്കെ, ഓക്സിഡേഷൻ ഒക്വേഴ്സ് അറ്റ് കാത്തോഡ്. രണ്ടാമത്തത് റിഡക്ഷൻ ഒക്വേഴ്സ് അറ്റ് ആനോഡ്. മൂന്നാമത്തത് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ആൻഡ് അവസാനത്തത് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം കാത്തോഡ് ടു ആനോഡ്. ഓക്കെ, ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം കാത്തോഡ് ടു ആനോഡ്. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ 2 സ്റ്റേറ്റ്മെന്റുകൾ എന്തായാലും തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം എന്താ, ഞാൻ നിങ്ങൾക്ക് കോഡ് ഭാഷയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് റെഡ് ക്യാറ്റും ആനോക്സും അല്ലേ? അപ്പം അതിനിപ്പോൾ ഗാൽവനിക് സെല്ലായിക്കോട്ടെ, ഇലക്ട്രോലൈറ്റിക് സെല്ലായിക്കോട്ടെ, ഏത് സെല്ലായാലും എപ്പോഴും ആനോഡിലായിരിക്കും ഓക്സിഡേഷൻ നടക്കുക, കാത്തോഡിലായിരിക്കും റിഡക്ഷൻ നടക്കുക. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാൽ തന്നിട്ടുള്ള കാത്തോഡിൽ ഓക്സിഡേഷനും ആനോഡിൽ റിഡക്ഷനും ഒന്നും തന്നേക്കുന്നത്. അപ്പം കേൾക്കുന്ന ഉടനെ തന്നെ ആ ഒരു 2 സ്റ്റേറ്റ്മെന്റുകൾ എന്തായാലും റോങ് ആണ്. ആരും എന്തായാലും അത് മാർക്ക് ചെയ്ത് വെക്കത്തില്ല. ഓക്കെ, അത് റോങ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ സെല്ലിന്റെ കേസിൽ യൂഷ്വലി എന്ത് എനർജി ആക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് ആ കെമിക്കൽ എനർജീനെയാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത് അല്ലേ? പക്ഷെ ഇലക്ട്രോലൈറ്റിക് സെൽസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടായിരുന്നു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് അല്ലേ? പക്ഷേ ഗാൽവനിക് സെല്ലിൽ അങ്ങനെയാണോ? അല്ല, അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് ആ എനർജി യൂസ് ചെയ്തിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം നോക്കിക്കേ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ശരിയാണ്. ഡാനിയൽ സെല്ലിലായിക്കോട്ടെ, ഗാൽവനിക് സെല്ലിലായിക്കോട്ടെ, അവരുടെ കേസിലെല്ലാം ഏത് എനർജി ആക്കിയാണ് മാറ്റുന്നത്? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയാണ് മാറ്റുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവസാനത്തത് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം കാത്തോഡ് ടു ആനോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എവിടുന്ന് എങ്ങോട്ടാണ് ആക്ച്വലി ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഗാൽവനിക് സെല്ലിൽ നടക്കുന്നത്? ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? പക്ഷെ ഇവിടെ കാത്തോഡ് ടു ആനോഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കുന്നത് നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. അപ്പൊ ഇവിടുത്തെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഗാൽവനിക് സെല്ലിൽ ഏതാണ്? ആനോഡാണ്. ആൻഡ് പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് കാത്തോഡാണ്. അപ്പൊ ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആക്ച്വലി നടക്കുന്നത്. പക്ഷെ ഇവിടെ കാത്തോഡ് ടു ആനോഡ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ ആണേ, സിമ്പിൾ ചോദ്യമായിരുന്നേ. അടുത്ത നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഗിവൺ ടു ദി കാത്തോഡ് ഇൻ എ ഫ്യൂവൽ സെൽ. ഒരു ഫ്യൂവൽ സെല്ലിൽ നമ്മൾ കാത്തോഡിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആരെയാണ് എന്നാണ് ചോദ്യം. ഹൈഡ്രജൻ ആണോ, നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ, ക്ലോറിൻ ആണോ, ആരെയാണ് നമ്മൾ ഒരു ഫ്യൂവൽ സെല്ലിൽ കാത്തോഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നോക്കിക്കേ, a cathode is a positive electrode in a fuel cell where the oxygen is reduced to water combining with the H plus ions that travel through the electrolyte from the anode, and hydrogen is typically fed to the anode of the fuel cell where it is oxidized to produce protons and electrons. നിങ്ങൾ ഫ്യൂവൽ സെൽസിന്റെ ഫംഗ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് കാത്തോഡിലും ആനോഡിലും, ഫ്യൂവൽ സെൽസിന്റെ കാത്തോഡിലും ആനോഡിലും ആക്ച്വലി നടക്കുന്ന പ്രോസസ്സ് എന്താണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കാൻ നിങ്ങൾ, കാത്തോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പോസിറ്റീവ് ടെർമിനൽ ആണ്. അവിടെ ഓക്സിജൻ റെഡ്യൂസ് ചെയ്ത് വാട്ടർ ആവുകയാണ്. ഓക്കെ, അപ്പൊ കാത്തോഡിൽ ആരാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഓക്സിജൻ ആണ്. ഈ ഓക്സിജൻ റെഡ്യൂസ് ചെയ്തിട്ട്, റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലെ. അപ്പം ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ അഡിഷൻ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പം ഇവിടെ അഡിഷൻ ഓഫ് വാട്ടർ റിഡക്ഷന് വിധേയമാവുകയാണ്. എങ്ങനെ? ഡ്യൂ ടു ദി അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് ഈ ഓക്സിജൻ റിഡക്ഷന് വിധേയമായിട്ട് ആൻഡ് ഇറ്റ് കമ്പൈൻസ് വിത്ത് ദി H plus ions that travel through the electrolyte from the anode. അപ്പം ഈ കാത്തോഡിൽ ആക്ച്വലി ആരാണ് അപ്പം ഇൻവോൾവ് ചെയ്യുന്നത്? ഓക്സിജൻ ആണ്. ആൻഡ് ആ ഓക്സിജൻ ആണ് റിഡക്ഷന് വിധേയമാകുന്നത്. അതേപോലെ തന്നെ ആനോഡാണ് നമ്മൾ ഫ്യൂവൽ സെൽസിന്റെ ആനോഡിലേക്ക് നമ്മൾ ആരെയാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുക? ഹൈഡ്രജൻ വാതകത്തിനെയാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുക. അവരെന്തിനായിരിക്കും വിധേയമാകുന്നത്? ആനോഡ് അല്ലേ. അപ്പം ഓക്സിഡേഷന് വിധേയമാവുകയും ചെയ്യും. ആൻഡ് പ്രൊഡ്യൂസ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. പ്രോട്ടോൺസിനെയും ഇലക്ട്രോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, കാത്തോഡിൽ ഓക്സിജൻ ആണ്, ആനോഡിൽ ഹൈഡ്രജനെയുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഹൈഡ്രജന്, കാത്തോഡിലുള്ള ഹൈഡ്രജന് റിഡക്ഷന് വിധേയമാകും. എന്നിട്ട് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ആനോഡിലുള്ള ഹൈഡ്രജന് ഓക്സിഡേഷനും വിധേയമാകും. എന്നിട്ട് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസിനെയും റിലീസ് ചെയ്യും. ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മളോട് ഇവിടെ കാത്തോഡിൽ ആരെ ഉപയോഗിക്കും എന്നായിരുന്നു ചോദിച്ചിരുന്നത് അല്ലേ. കാത്തോഡിൽ ആരെ ഉപയോഗിക്കുക? കാത്തോഡിൽ ഓക്സിജനെയും ആനോഡിൽ ഹൈഡ്രജനെയുമാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഇവിടെ ഹൈഡ്രജനും ഒക്കെ ഓപ്ഷനിലുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻസ് വരാം. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, കാത്തോഡിൽ ഓക്സിജനെയും ആനോഡിൽ ഹൈഡ്രജനെയുമാണ് ഫ്യൂവൽ സെൽസിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണേ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്? ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റിയുടെ റീസൺ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്? ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണോ? ഫ്ലോ ഓഫ് അയോൺസ് ആണോ? ഫ്ലോ ഓഫ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണോ? ഓൾ ഓഫ് ദി എബവ് ആണോ? ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിലെ കണ്ടക്ടിവിറ്റിയുടെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ സൊല്യൂഷൻസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്സ് ഈസ് ഡ്യൂ ടു ദി മൈഗ്രേഷൻ ഓഫ് ദി അയോൺസ് when potential difference is applied between two electrodes. The cations which are positively charged move towards the negatively charged electrode known as the cathode, while the anions which are the negatively charged move towards the positively charged electrode called anode. അപ്പോൾ യൂഷ്വലി ഒരു എന്താണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി, ഇപ്പോൾ രണ്ട് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് രണ്ട് ഇലക്ട്രോഡുകൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും അവിടെ ഈ സൊല്യൂഷൻസിലൂടെ, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിലൂടെ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ അവിടെ സംഭവിക്കും. ആ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ അവിടെ സംഭവിച്ചത് എന്ത് കാരണമാണ്? മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അവിടെ ഉള്ള അയോൺസിന്റെ മൈഗ്രേഷൻസ് കാരണമാണ് അവിടെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന രണ്ട് ഇലക്ട്രോഡുകളുടെ ഇടയിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ
യൂഷ്വലി അവർക്കിടയിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് എന്തുകൊണ്ടാണ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്? ഡ്യൂ ടു ദി മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അവിടുത്തെ അയോൺസിന്റെ മൈഗ്രേഷൻ കാരണമാണ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടായത്. ഇനി ഈ ഫ്ലോ ഓഫ് അയോൺസ് എങ്ങോട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു, ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് അയോൺസ് ആണെന്നും പറഞ്ഞു. ഈ അയോൺസ് എവിടുന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? ഇലക്ട്രോലൈറ്റിക് സെൽ അല്ലേ. അപ്പം ഇവിടെ നെഗറ്റീവ്ലി നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ആണ് ആനോഡ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ആണ് കാത്തോഡ്. ഓക്കെ, അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ആണ് കാത്തോഡ്. അവിടേക്ക് ആരായിരിക്കും വരിക? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് വരും. അതാണ് പറഞ്ഞേക്കുന്നത് കാറ്റയോൺസ് വിച്ച് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് മൂവ് ടുവേർഡ്സ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് നോൺ ആസ് കാഥോഡ്. നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേ, ആനോഡും കാഥോഡും നമ്മുടെ ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെൽസിലും രണ്ടിടത്തും രണ്ടാളുകളാണ്, രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ഗാൽവനിക് സെല്ലിലാണ് ആനോഡ് നെഗറ്റീവും കാത്തോഡ് പോസിറ്റീവും, മറ്റേടത്ത് അത് നേരെ തിരിയും കേട്ടോ. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ കേട്ടോ. ഇവിടെ ഇലക്ട്രോലൈറ്റിക് സെൽസിന്റെ കേസിൽ നമ്മുടെ എന്താണ്, കാത്തോഡാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്, അവിടേക്കാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വരുന്നത്. ആൻഡ് ആനോഡാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്, അവിടേക്കാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആനയോൺസ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ നോക്കിക്കേ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്? ആരുടെയൊക്കെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ടാകുന്നത്? അയോൺസിന്റെയും അതേപോലെ തന്നെ ഇലക്ട്രോൺസിന്റെയും രണ്ടുപേരുടെയും ഫ്ലോയുടെ ഭാഗമായിട്ടാണ് യൂഷ്വലി ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ കണ്ടക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലോ ഓഫ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ പ്രൈമറി സെൽ ഇൻ ദി ഗിവൺ അല്ലെ ഇൻ ദ ഫോളോയിങ്: മെർക്കുറി സെല്ല്, ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, ലിത്തിയം അയോൺ ബാറ്ററി. അപ്പൊ ഇതില് പ്രൈമറി സെല്ലിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദ്യം. ഞാൻ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈമറി സെൽസിന്റെയും സെക്കൻഡറി സെൽസിന്റെയും എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ചിലപ്പം കയറി ചോദിച്ചേക്കാം കേട്ടോ. അപ്പൊ ആദ്യം പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? പ്രൈമറി സെൽസ് എന്ന് പറയുന്നത് വൺ ടൈം യൂസ് ഉള്ള സെൽസ് ആണ്. നമുക്ക് റീചാർജ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു വട്ടം ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളയുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ പ്രൈമറി സെൽസിൽ നടക്കുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി സെൽസ്. സെക്കൻഡറി സെൽസ് എന്ന് പറഞ്ഞാൽ റീചാർജബിൾ സെൽസ് ആണ്. നമുക്ക് റീചാർജ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററീസ് അല്ലെങ്കിൽ സെൽസിനെയാണ് സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. അവർ റിവേഴ്സിബിൾ ആണ്. അതായത് ഒരിക്കൽ ഒരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും റിവേഴ്സ് ചെയ്ത് പഴയ കണ്ടീഷനിലോട്ട് ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നമ്മുടെ ലാപ്ടോപ്സിലും മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ഈ പറയുന്ന സെക്കൻഡറി ബാറ്ററീസ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കാം: സിങ്ക് കാർബൺ ബാറ്ററി, ലിത്തിയം പ്രൈമറി സെൽസ്, മെർക്കുറി സെൽസ്. ഇതൊക്കെ നമ്മുടെ പ്രൈമറി സെൽസിന്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. അതേപോലെ സെക്കൻഡറി സെൽസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ലെഡ് ആസിഡ് ബാറ്ററീസ്, ലിത്തിയം അയോൺ ബാറ്ററീസ്, നിക്കൽ കാഡ്മിയം ബാറ്ററീസ്, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ്. ഇതൊക്കെ യൂഷ്വലി സെക്കൻഡറി സെൽസിന്റെ അകത്ത് വരുന്ന എക്സാമ്പിൾ ആണ് കേട്ടോ. ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ഡ്രൈ സെല്ലും പ്രൈമറി സെൽസിന്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെ അവരുടെ ആപ്ലിക്കേഷനൂടെ നോക്കി വെച്ചേക്കാം. യൂഷ്വലി ഈ ലിത്തിയം അയോൺ ബാറ്ററീസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺസിലും ലാപ്ടോപ്സിലും ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ലിത്തിയം അയോൺ ബാറ്ററി കേട്ടോ. നോക്കി വെച്ചേക്കാം. ലാപ്ടോപ്സിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ചോദിച്ചു കഴിഞ്ഞാൽ ലിത്തിയം അയോൺ ബാറ്ററിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈമറി സെല്ലിന്റെ എക്സാമ്പിൾ അല്ലേ ചോദിച്ചത്? ഏതാണ്? മെർക്കുറി സെല്ലാണ്. നമ്മുടെ ലെഡ് ആസിഡ് സെല്ലായാലും നിക്കൽ കാഡ്മിയം സെല്ലായാലും ലിത്തിയം അയോൺ ബാറ്ററി ആയാലും ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? പ്രൈമറി സെൽസിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോറി, സെക്കൻഡറി സെൽസിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ്ഡ് ടു കാൽക്കുലേറ്റ്? ഇപ്പം നേൺസ്റ്റ് ഇക്വേഷൻ എന്തിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നേൺസ്റ്റ് ഇക്വേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് എന്തിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്? എന്തിൻ്റെയാ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടാൻഷ്യൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി സെൽ റിയാക്ഷൻ, സെൽ പൊട്ടാൻഷ്യൽ, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ. ഇതിൽ എന്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ എന്താ? E = E0 മൈനസ്
0.059 by n into log concentration of the product A by concentration of the reactant അല്ലെ equal to E0 minus 0.059 by n into log concentration of the product A by concentration of the reactant. അപ്പം ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ എന്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് E is equal to എന്ന് പറഞ്ഞിട്ടാണ്. E എന്താണ്? സെൽ പൊട്ടൻഷ്യൽ ആണ് അല്ലെ. അപ്പൊ എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക? സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചോദ്യത്തിൽ ഓപ്ഷൻ എയിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും കൂടിയുണ്ട്. അപ്പോൾ യൂഷ്വലി ചിലർക്ക് തെറ്റിപ്പോയിട്ട് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് E0 ആണ് കേട്ടോ. E0 ആണോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അല്ലേ? E is equal to അപ്പം സെൽ പൊട്ടൻഷ്യൽ ആണ് അല്ലെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ല. ഓക്കെ, സോ ഓപ്ഷൻ സി സെൽ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കാം. The Nernst equation directly calculates the cell potential, which is also known as the electromotive force or EMF of an electrochemical cell under the conditions that are different from the standard conditions. And the Nernst equation shows how the non-standard cell potential E is related to the standard potential as. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സെൽ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോകെമിക്കൽ സെല്ല് എങ്ങനെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതായത് ഇയും E0യും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആക്ച്വലി നമ്മുടെ നെർൻസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആ ഇക്വേഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെർൻസ്റ്റ് ഇക്വേഷനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സെൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ആണേ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് ഡസ് ദ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഹാവ്? അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, 0 വോൾട്ട് ആണോ, 1 വോൾട്ട് ആണോ, 2 വോൾട്ട് ആണോ, -1 വോൾട്ട് ആണോ എന്നാണ് ചോദ്യം കേട്ടോ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ SHE. നമ്മൾ SHEയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്? 0 ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് ഈ പറയുന്ന SHEയുമായിട്ട് കണക്ട് ചെയ്ത് വച്ചിട്ടുള്ള മറ്റേ ഇലക്ട്രോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. കാരണം SHEനെ നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? റഫറൻസ് ഇലക്ട്രോഡായിട്ടാണ്. ആൻഡ് അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്തു. എന്നിട്ട് 0 ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് മറ്റേയാളുടെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ 0 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് is the reference electrode used to determine the relative electrode potentials of other electrochemical cells, and by convention its potential is assigned as a value of 0. ബാക്കിയുള്ളവരുടെ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോഡിന്റെ സെൽ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ വാല്യൂ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്തു? 0 ആയിട്ട് അസ്യൂം ചെയ്തു, 0 വോൾട്ട് ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, അടുത്ത നോക്കുക. ഏഴാമത്തെ ചോദ്യം. Which of the following electrolytes is not used in the salt bridge used to connect the two half cells of an electrochemical cells? അപ്പോൾ ഒരു ഇലക്ട്രോകെമിക്കൽ സെൽസിലെ 2 ഹാഫ് സെല്ലുകളെ തമ്മിൽ ഇന്റേർണലി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ന്യൂട്രൽ ഒരു ഇന്റേർണൽ കണക്ഷൻ രണ്ടുപേരും തമ്മിൽ അല്ലെ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജിനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 2 ഹാഫ് സെല്ലുകളെ തമ്മിൽ ഇന്റേർണലി കണക്ട് ചെയ്ത് അവർക്കിടയിൽ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജിൽ ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചായിരുന്നു ആരെയൊക്കെയാണ് സോൾട്ട് ബ്രിഡ്ജിൽ യൂഷ്വലി ഇലക്ട്രോലൈറ്റുകളായിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ളത്. അപ്പോൾ NaCl ഉണ്ട്, KNO3 ഉണ്ട്, KCl ഉണ്ട്, ZnSO4 ഉണ്ട്. അപ്പോൾ ഇതിൽ ആരെയാണ് സോൾട്ട് ബ്രിഡ്ജിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ. A salt bridge is used to maintain the electrical neutrality in an electrochemical cell by allowing the flow of ions between the two half cells. അല്ലേ, ഈ 2 ഹാഫ് സെല്ല് അല്ലെങ്കിൽ എക്സ്റ്റേണലി യാതൊരു തരത്തിലുള്ള കണക്ഷൻസും ഇല്ലാത്ത 2 ഹാഫ് സെല്ലുകളെ തമ്മിൽ ഇന്റേർണലി കണക്ട് ചെയ്ത് അവർക്കിടയിൽ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന ഹാഫ് സെല്ല്.
The electrolyte in the bridge needs to be strong electrolyte to conduct the ions effectively. ഈ സോൾഡർ ബ്രിഡ്ജിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? അത്യാവശ്യം സ്ട്രോങ്ങർ ഇലക്ട്രോലൈറ്റ് ആവണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ യൂഷ്വലി സോൾഡർ ബ്രിഡ്ജിന്റെ അകത്ത് ഫില്ല് ചെയ്യാറുള്ളത്. എന്തിനു വേണ്ടിയിട്ടാ? അയോൺസിന്റെ കണ്ടക്ടിങ് ഇഫക്റ്റീവായിട്ട് നടത്തണമെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആവണം. ഓക്കെ, so ZnSO4 is a weak electrolyte, meaning it does not dissociate fully into its ion, making it less effective for conducting electricity compared to other options. അപ്പോൾ NaCl ആയിക്കോട്ടെ, KNO3 ആയിക്കോട്ടെ, KCl ആയിക്കോട്ടെ, ഇവരെല്ലാവരും സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളാണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ ഈസിലി കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസിന്റെ ട്രാൻസ്ഫറൻസിനെ പോസിബിൾ ആകും. പക്ഷേ ZnSO4 സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അവർ കംപ്ലീറ്റ് ഡിസോസിയേഷന് വിധേയമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ZnSO4നെ നമുക്ക് യൂഷ്വലി സോൾഡർ ബ്രിഡ്ജിൻ്റെ അകത്ത് ഇലക്ട്രോലൈറ്റുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓർത്ത് വെച്ചേക്കുക, സോൾഡർ ബ്രിഡ്ജിനകത്ത് നമ്മൾ യൂഷ്വലി സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളെയാണ് ഫില്ല് ചെയ്യാറുള്ളത്. ZnSO4 വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കാറ്റഗറിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അധികം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഇലക്ട്രോകെമിക്കൽ സെല്ല് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. വോൾട്ടായിക് സെല്ലാണോ, ഫോട്ടോ വോൾട്ടായിക് സെല്ലാണോ, ഇലക്ട്രോലിറ്റിക് സെല്ലാണോ, ഫ്യൂവൽ സെല്ലാണോ? ഇതിൽ ഇലക്ട്രോകെമിക്കൽ സെല്ല് അല്ലാത്തത്, നോട്ട് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം, എ വോൾട്ടായിക് ഓർ ഗാൽവനിക് സെൽ ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. It converts the chemical energy to electrical energy, and in this cell oxidation occurs at the anode and reduction occurs at the cathode. നമ്മുടെ ഗാൽവനിക് സെല്ലിനെ തന്നെ വിളിക്കുന്ന പേരാണ് വോൾട്ടായിക് സെല്ല്. അപ്പോൾ ഈ ഗാൽവനിക് സെല്ലും അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലൊക്കെ യൂഷ്വലി ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അവിടെ എല്ലാം എന്താ സംഭവിക്കുക? ആ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആനോഡിൽ ഓക്സിഡേഷനും നടക്കും, കാത്തോഡിൽ റിഡക്ഷനും നടക്കുന്നു. ഓക്കെ, ഫോട്ടോവോൾട്ടായിക് സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ. ഫോട്ടോവോൾട്ടായിക് സെൽ കൺവേർട്ട് സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി with a process called with the process is called the photovoltaic effect. ഫോട്ടോവോൾട്ടായിക് സെൽ എന്ന് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സെൽസിൽ യൂഷ്വലി കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി കൺവേർഷൻസ് ആണ് ആക്ച്വലി നടക്കുന്നത്. പക്ഷേ ഫോട്ടോവോൾട്ടായിക് സെൽസിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത്? സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റിലൂടെ സോളാർ റേഡിയേഷൻസിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ആക്ച്വലി ഫോട്ടോ വോൾട്ടായിക് സെൽസിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്കൊരു ഇലക്ട്രോകെമിക്കൽ സെൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി കൺവേർഷൻസ് നടക്കുന്ന സെല്ലുകളെ മാത്രമേ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഫോട്ടോ വോൾട്ടായിക് സെല്ലുകളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അവിടെ ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് ആണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, സോ ഫോട്ടോ വോൾട്ടായിക് സെൽ ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി എ electrochemical cell. Then the electrolytic cell is a type of electrochemical cell which is used to convert the electrical energy to chemical energy. Electrolytic celluകളുടെ പ്രത്യേകത എന്താണ്? അവിടെയും ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അത് ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി തമ്മിലുള്ള ഇന്റർ കൺവേർഷൻസ് തന്നെയാണ് ഇലക്ട്രോളിറ്റിക് സെൽസിലും നടക്കുന്നത്. അപ്പം അവരും ഈ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. Then fuel cells is an electrochemical cell that converts chemical energy of a fuel into electricity. Fuel cells ഏതാ ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. കാരണം അവിടെ ഫ്യൂവൽസ് എന്താണ് ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫ്യൂവൽസ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ എനർജി അല്ലെങ്കിൽ ഫ്യൂവൽസിന്റെ കമ്പഷൻ അല്ലെങ്കിൽ ബേണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയും കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി തമ്മിലുള്ള ഒരു കൺവേർഷൻസ് ആണ് ഫ്യൂവൽ സെൽസിലും നടക്കുന്നത്. സോ അതും ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ കൂട്ടത്തിൽ ആര് മാത്രമേ ഉള്ളൂ ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടാത്തതായിട്ടുള്ളത്? ആ ഫോട്ടോ വോൾട്ടായിക് സെൽസ് മാത്രമേ ഉള്ളൂ. അവിടെ ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് ആണ് നടക്കുന്നത്. ആൻഡ് അവിടെ എന്താണ് സോളാർ റേഡിയേഷൻസിനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 9ാമത്തെ ചോദ്യം. Which of the following conditions is satisfied when the cell activity in an electrochemical cell occurs spontaneously? അപ്പം ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിലെ സെൽ ആക്ടിവിറ്റി സ്പോണ്ടേനിയസ്ലി നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്
when the cell activity in an electrochemical cell occurs spontaneously. മനസ്സിലായോ? ചോദ്യം വ്യക്തമാണോ? 4 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് സ്പോണ്ടേനിയസ്ലി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അതായത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഡെൽറ്റ G0ന്റെ വാല്യൂ പോസിറ്റീവ്, ഡെൽറ്റ G0ന്റെ വാല്യൂ നെഗറ്റീവ്, E0 സെല്ലിന്റെ വാല്യൂ നെഗറ്റീവ്, E0 സെല്ലിന്റെ വാല്യൂ 0. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, നമ്മൾ യൂഷ്വലി ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ള, ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം ഒരു റിയാക്ഷൻ്റെ സ്പോണ്ടേനിറ്റിയുടെ 4 ക്രൈറ്റീരിയാസ് അവർ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 5 ക്രൈറ്റീരിയാസ്. ഡെൽറ്റ G ലെസ് ദാൻ 0, ഡെൽറ്റ H ലെസ് ദാൻ 0, ഡെൽറ്റ U ലെസ് ദാൻ 0, ഡെൽറ്റ A ലെസ് ദാൻ 0 ആൻഡ് ഡെൽറ്റ S ഗ്രേറ്റർ ദാൻ 0. അതായത് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആകണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡെൽറ്റ എസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ ഡെൽറ്റ G, ഡെൽറ്റ H, ഡെൽറ്റ U, ഡെൽറ്റ I ഇവരുടെ വാല്യൂ നെഗറ്റീവും ആകുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് ചോദ്യത്തിനകത്തുള്ള കണ്ടീഷനിൽ സ്പോണ്ടേനിയസ് ആവാനുള്ള ക്രൈറ്റീരിയ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം ഡെൽറ്റ G ഡെൽറ്റ H ഒക്കെ എന്താണെന്ന് അറിയോ? ഫിസിക്സുകാർക്ക് കെമിസ്ട്രിക്കാർക്ക് അറിയായിരിക്കും. ബിടെക്കുകാരും പഠിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. G എന്ന് പറയുന്നത് ഗിബ്സ് ഫ്രീ എനർജിയാണ്, H എന്ന് പറയുന്ന എൻതാൽപ്പിയാണ്, U എന്ന് പറയുന്ന ഇന്റേണൽ എനർജിയാണ്, A എന്ന് പറയുന്ന ഹെംഹോൾസ് ഫ്രീ എനർജി അല്ലെങ്കിൽ വർക്ക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ് യൂഷ്വലി റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത്. ആൻഡ് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്താണ്? എൻട്രോപ്പിയാണ് എസ്. ഡെൽറ്റ എസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോഴുമാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് യൂഷ്വലി പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവുന്ന കേസിലാണ് യൂഷ്വലി സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ഡി മാത്രമേ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുള്ളൂ. അതേപോലെ തന്നെ ബാക്കി ഓപ്ഷൻ്റെ കേസിലൂടെ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഉറപ്പിക്കണമല്ലോ. നോക്കാം, അപ്പോൾ ഡെൽറ്റ G എന്ന് പറയുന്നത് -NfE0 ആണ്. ഓക്കെ, അപ്പം ഡെൽറ്റ G എന്ന് പറയുന്നത് എന്താവണം? സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെ കേസിൽ നെഗറ്റീവ് ആണ്. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ് ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ E0യുടെ വാല്യൂ എന്ത് വരണം? ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻ മൈനസ് പ്ലസ് ആയി ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആവും അല്ലേ? അപ്പോൾ അത് സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷൻ അല്ല. സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ E0ന്റെ വാല്യൂ ഇവിടെ എന്ത് വന്നേ പറ്റുള്ളൂ? പോസിറ്റീവ് വന്നേ പറ്റുള്ളൂ. കാരണം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ് നെഗറ്റീവ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ E0ന്റെ വാല്യൂ എന്ത് വന്നേ പറ്റുള്ളൂ? പോസിറ്റീവ്. അപ്പോൾ സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞു ഡെൽറ്റ ജി നെഗറ്റീവ് ആകണം എന്ന്. അതേപോലെ E0ന്റെ വാല്യൂ എന്തായേ പറ്റുള്ളൂ? പോസിറ്റീവ് ആണെങ്കിലേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുള്ളൂ. നമ്മുടെ ഓപ്ഷൻസിൽ E0ന്റെ വാല്യൂ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത്? നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്, 0യും കൊടുത്തിട്ടുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുമോ ആ കണ്ടീഷൻസ്? ഇല്ല. അപ്പം യൂഷ്വലി ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതാണെന്ന് നമ്മൾ ഉറപ്പിച്ചു, പക്ഷെ ബാക്കി ഓപ്ഷൻസ് വരത്തില്ല എന്നുള്ളതും കൂടെ കൺഫേം ചെയ്യണമല്ലോ. E0 പോസിറ്റീവ് വന്നാലേ സ്പോണ്ടേനിയസ് ആവുള്ളൂ. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആൻഡ് 0 ആണ് കൊടുത്തിട്ടുള്ളത്. സോ ആ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പം തൽക്കാലം അത്രയും ക്വസ്റ്റ്യൻസ് വരെ നോക്കുക. ബാക്കി കുറച്ച് ചോദ്യങ്ങളൂടെ ഉണ്ട്, അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.